Hey all, this is Manu here, your coach, your mentor, your trainer in trading. അപ്പോൾ നമ്മൾ ഇന്നലെ ഡൗ ജോൺസ് ആദ്യം ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗ ജോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സെർട്ടൻ ലെവൽ, അതായത് ഓൾമോസ്റ്റ് 42,282 മുകളിൽ പോവുകയാണെങ്കിൽ നമ്മളത് ബുള്ളിഷ് ആകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ല കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി അത് റൺ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് 50 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സെയിം പാറ്റേൺ ആണ് നിഫ്റ്റിയിലും ഇന്ന് നമുക്ക് ഫോം ആയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ഗ്ലോബൽ മാർക്കറ്റിനെ പോസിറ്റീവ് കോറിലേറ്റ് ചെയ്താണ് ഇപ്പോൾ മാർക്കറ്റ് പൊക്കോണ്ടില്ല. ഇന്ന് മാർക്കറ്റ് പോയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നാളെയും ഇങ്ങനെ പ്രോബിലിറ്റി കാണത്തില്ലേ? ഇന്ന് 7 മണിയാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ലൈക്ക് 6:45 ആയിട്ടുള്ളൂ. 7 മണിയാകുമ്പോഴത്തേക്ക് US മാർക്കറ്റ് ഓപ്പൺ ആകുകയും ഒരു 1:30 വരെയുണ്ട്. വെളുപ്പിനെ നമുക്ക് ഇവിടുത്തെ ടൈമിൽ 1:30 വരെയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ആഡ് ഓൺ ആയിട്ട് മാത്രം. ഓക്കെ, അത് ബുള്ളിഷ് ആയതുകൊണ്ട് ഇവിടെ എന്തായാലും ബുള്ളിഷ് ആണ് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് കൺസിഡർ ചെയ്യാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ലെറ്റ്സ് ഡൗ ജോൺസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ തന്നെ 42,282 മുകളിൽ ഇന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിലും, ജസ്റ്റ് ഒരു പോസിറ്റീവ് കോറിലേഷൻ എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് നിഫ്റ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നിഫ്റ്റി എന്നുള്ളത്. അതുമാത്രമല്ല നാളെ നമ്മൾ നിഫ്റ്റിക്ക് എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതുണ്ടോ ഓൾമോസ്റ്റ് ഒരു സിമിലർ പാറ്റേണിൽ ഇന്നത് ഫോം ആക്കിയത് ഡൗ ജോൺസുമായിട്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇത്രയും മാത്രമാണ്, അതായത് ഇന്നത്തെ ഹൈ ആയിട്ടുള്ള ലെറ്റ്സ് സേ 26,000 മുകളിൽ 26,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വ്യൂ ഇപ്പോൾ ബുള്ളിഷ് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളുടെ വ്യൂ ഇപ്പോൾ ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ നിഫ്റ്റി നാളെ 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാളെ അവിടെ എൻട്രി എടുക്കുന്നതായിരിക്കും. ഡോണ്ട് വരി, നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ച് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഇന്ന് നമുക്ക് വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു, പെട്ടെന്ന് ഡ്യൂ ടു സം എമർജൻസി സിറ്റുവേഷൻ നമുക്കിന്ന് വരാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. നാളെ എന്തായാലും നമ്മൾ രാവിലെ 9 മണിയാകുമ്പം കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നിഫ്റ്റി ബാങ്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും നിഫ്റ്റി ബാങ്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് കോറിലേഷനിലാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെയിം സിറ്റുവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് 54,200, അതായത് ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്ന ലെവൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. 54,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ആവുന്നതായിരിക്കും നിഫ്റ്റി ബാങ്കിൽ. ഇന്ന് ഒട്ടും തന്നെ മൂവ്മെന്റ് ഇല്ലായിരുന്നു, ഇന്ന് ലൈവ് ഇല്ലായിരുന്നു. എനിവേ ദാറ്റ് നോ പ്രോബ്ലം, നമ്മൾ വലിയ മൂവ്മെന്റ്സോ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ട്രേഡും ഇവിടെ എടുക്കുന്നതായിരുന്നിരിക്കില്ല. അടുത്ത നമുക്കൊന്ന് ഫിൻ നിഫ്റ്റി ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും. ഓൾമോസ്റ്റ് സെയിം നിഫ്റ്റി ബാങ്കുമായിട്ട് സിമിലർ ആയിട്ട് തന്നെയാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽ ഉണ്ട് ഓൾമോസ്റ്റ് 25,000 മുകളിൽ ഫിൻ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് അവിടെ ബുള്ളിഷ് ആകാം. 26,000 നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിൽ 25,000 വരികയാണെങ്കിൽ നമുക്ക് എടുക്കാൻ. ഞാൻ ഫൈനലി നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മിഡ് ക്യാപ്പ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത്. റൈറ്റ്, സി നല്ല സൈഡ് വേസ് ലാസ്റ്റ് ഒരു 50 മിനിറ്റ്സ്, ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ചെറിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഇന്നലത്തെ പോലെ തന്നെ 13,300 മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ മിഡ് ക്യാപ്പിലും ബുള്ളിഷ് ആകുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.